നമസ്കാരം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം മൂർച്ഛിച്ചിരിക്കുന്ന ഈ ഒരു വേളയിൽ എല്ലാവരുടെ നാവിൻ തുമ്പത്തുള്ള ഒരു പ്രധാന ചോദ്യം, ഒരു യുദ്ധമുണ്ടായാൽ ഉണ്ടാകാതിരിക്കട്ടെ, ഉണ്ടായാൽ എന്തായിരിക്കും അതിൻ്റെ കോഴ്സ്, എന്തായിരിക്കും അതിൻ്റെ പരിണിത ഫലം? അതിനൊരു തീരുമാനമുണ്ടാകുമോ, ഒരു വിജയമുണ്ടാകുമോ, അതോ സമനിലയിൽ പിരിയുമോ, പരാജയമാകുമോ, അതോ സർവനാശമായിരിക്കുമോ ഫലം? യുദ്ധം ഉണ്ടാകുമോ എന്ന മറ്റൊരു ചോദ്യവും അതുപോലെ ചോദിക്കാം. ഇതൊന്നും കൃത്യമായി നാളെ സംഭവിക്കാൻ പോകുന്നത് മുൻകൂട്ടി നമുക്ക് ഗണിച്ചറിയാനാവില്ല. പക്ഷേ നമ്മുടെ കൈവശം എന്തുണ്ട്? അത് ഇൻ്റലക്ച്വൽ റിസോഴ്സസ്, ലോജിസ്റ്റിക്കൽ റിസർവ്സ്, അതുപോലെ തന്നെ ഇൻഫർമേഷൻ്റെ വലിയ ശേഖരം, അതോടൊപ്പം തന്നെ ഭൗതികമായി സായുധ സന്നാഹങ്ങൾ. ഇത് മാത്രമല്ലേ നമ്മുടെ കൈവശമുള്ളൂ. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ ഇച്ഛാശക്തിയും. ഇത്രയും കാര്യങ്ങളാണ് ഒരു പോരാട്ടത്തിന് വേണ്ടത്. രണ്ട് പക്ഷത്തും അതുണ്ട്. ഇതെല്ലാം തമ്മിലുള്ളൊരു കമ്പാരിസൺ സാധ്യമാകണം. അങ്ങനെയെങ്കിൽ മാത്രമേ യുദ്ധമുണ്ടാകുമോ, അല്ലെങ്കിൽ യുദ്ധമുണ്ടായാൽ അതെങ്ങനെ മുന്നോട്ട് പോകും. അതുകൊണ്ട് സൈനിക ബലാബലത്തിൽ ഇവിടെ നിൽക്കുന്നു. ഞാൻ ഒരു കാര്യം മുൻകൂട്ടി തന്നെ പറയാം. ആണവ യുദ്ധം ഉണ്ടാകുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു പോലുമില്ല. ആണവയുദ്ധം ഇന്ത്യ ചെയ്യില്ല, പാകിസ്ഥാനും അത് ചെയ്യില്ല എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. കാരണം അതിനൊരു ആത്യന്തിക വിജയ് ഉണ്ടാവില്ല. ആണവയുദ്ധമുണ്ടായാൽ യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് 170 കൺഫേംഡ് ആണവായുധങ്ങളുണ്ട്. നമ്മളതിൻ്റെ കണക്ക് പുറത്തു വിടുന്നില്ല, എവിടെയാണ് ശേഖരിച്ച് വെക്കുന്നതെന്ന് പറയുന്നില്ല. പക്ഷേ വി ആർ എ റെസ്പോൺസിബിൾ ന്യൂക്ലിയർ പവർ. നമുക്ക് വ്യക്തമായ ഒരു ന്യൂക്ലിയർ ഡോക്ട്രിനുണ്ട്. നോ ഫസ്റ്റ് യൂസ് ബേസ്ഡ് ഓൺ മിനിമം ക്രെഡിബിൾ ന്യൂക്ലിയർ ഡിറ്ററൻസ്. ആദ്യമായി നമ്മൾ ആണവായുധങ്ങൾ ഏകപക്ഷീയമായി ഒരു രാജ്യത്തിനെതിരെയും ഉപയോഗിക്കില്ല. അതാണ് നോ ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ മിനിമം ഡിറ്ററൻസ്. അത് നമ്മൾ ഡിറ്ററൻസിന് വേണ്ടിയാണ്, പ്രതിരോധത്തിന് വേണ്ടിയാണ്, മറ്റ് രാജ്യങ്ങൾ നമ്മളെ ആക്രമിക്കാതെ ഇരിക്കുന്നതിനുള്ള ഒരു ഉപാധി എന്ന നിലയിലാണ് ആണവായുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആക്രമണത്തിനല്ല, മറിച്ച് പ്രതിരോധത്തിനാണ്. അതുകൊണ്ടാണ് നമ്മൾ കയറി അടിക്കില്ല എന്ന് പറയുന്നത്. 2, 3 ഈ പറയുന്നത് ക്രെഡിബിൾ ആയിരിക്കണം. ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, ഉണ്ടായിരിക്കണം. അത് പ്രവർത്തനക്ഷമവുമായിരിക്കണം. അതിനുള്ള ഡെലിവറി മെക്കാനിസവും ഉണ്ടാകണം. നമുക്ക് അഗ്നി മിസൈൽസ് ഉണ്ട്. അഗ്നി 1, 2, 3, 4, 5 1, 2, 3, 4, 5 തലമുറകൾ. ഇപ്പോൾ 5200 കിലോമീറ്റർ വരെ കടന്നു ചെന്ന് ശത്രു ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന അഗ്നി ദീർഘദൂര മിസൈലുകളുടെ ശേഖരം നമുക്കുണ്ട്. 1000 മുതൽ 5000 കിലോമീറ്റർ വരെയാണ് അഗ്നിയുടെ ഓരോരോ സീരീസിൻ്റെ റേഞ്ച് എന്ന് ഓർക്കണം. പൃഥ്വി മിസൈലുണ്ട്, കുറച്ചുകൂടി ഷോർട്ട് റേഞ്ചാണ്. അതുപോലെ വിവിധ രംഗങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന പ്രത്യേക മിസൈലുണ്ട്. തൃശൂൽ ഹ്രസ്വദൂര സർഫസ് ടു എയർ മിസൈലാണ് തൃശൂലം അല്ലെങ്കിൽ തൃശൂൽ. അതുപോലെ നാഗ് എന്ന് പറയുന്ന ആൻറ്റി ടാങ്ക് മിസൈലുണ്ട്. അതുപോലെ അപ്പോൾ ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ കൈവശമുള്ള മിസൈലുകളാണ്. അപ്പം ഇതുകൊണ്ട് ആണവായുധങ്ങൾ എല്ലാം ആണവ പോർമുന വഹിക്കാൻ കപ്പാസിറ്റിയുള്ള മിസൈൽസ് അല്ല, പക്ഷേ ആ മിസൈൽസ് ഉണ്ട്. പാകിസ്ഥാന് മിസൈൽസൊക്കെ ഉണ്ട്. ഷഹീൻ ഉൾപ്പെടെയുള്ള മിസൈൽസ് ഉണ്ട്, ഗോറി മിസൈലുകളുണ്ട്. പക്ഷേ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ അടുത്തെങ്കിലും എത്തുന്നില്ല. 2200ഓളം കിലോമീറ്റർ. അത് വലിയൊരു ഭാഗമാണ്, ഇന്ത്യയുടെ വലിയ ഭാഗത്ത് റീച്ച് ചെയ്യാം. പക്ഷേ നമ്മുടെ ഏറിയൽ ഡിഫൻസ് സിസ്റ്റം അതിശക്തമാണെന്ന് ഓർക്കണം. S-400 ബാറ്ററീസ്, ഏറിയൽ ഡിഫൻസ് സംവിധാനം ഉൾപ്പെടെ നമ്മുടെ ലോഞ്ച് പാഡുകളിൽ വെച്ചുകൊണ്ട്, വലിയ ട്രക്കുകളിൽ വെച്ചുകൊണ്ട്, ഒരുപാട് മിസൈലുകൾ കൂട്ടിവെച്ചുകൊണ്ട് അത് ഏറിയൽ ഓബ്ജക്ട്സിനെ തകർക്കാൻ, അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ ആകാശത്തുകൂടി വരുന്ന മിസൈലുകളെ തകർക്കാനുള്ള സാങ്കേതികവിദ്യയും ശേഷിയും സംവിധാനവും നമ്മുടെ കൈവശമുണ്ട്. പാകിസ്ഥാനും കുറച്ചൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. അതുകൊണ്ട് ആണവമായി ഒരു യുദ്ധം ഞാൻ പാർട്ടിക്ക് പുറത്ത് നിർത്തുന്നു. ഞാൻ ആ സാഹചര്യമാണ് പറഞ്ഞത്. ആണവ യുദ്ധമുണ്ടായാൽ സർവനാശമായിരിക്കും. ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും സർവനാശമായിരിക്കും. ദക്ഷിണേന്ത്യയിലെ കുറച്ച് പ്രദേശങ്ങൾ മാത്രം, അത് കടലിൽ നിന്ന് ആക്രമണം ഉണ്ടായില്ലെങ്കിൽ മാത്രം രക്ഷപ്പെടും. അല്ല എങ്കിൽ അത് പൂർണ്ണമായി തകരും. ലോകമഹായുദ്ധത്തിലേക്ക് അത് ഒരുപക്ഷെ കലാശിക്കുകയും ചെയ്യും. അത് നമ്മുടെ പരിഗണനാ വിഷയമല്ല. അതൊന്നും സംസാരിക്കാൻ, ആഴത്തിൽ അത് സംസാരിക്കാൻ ഞാൻ ആളല്ല. നമ്മളാരും അതിന് മുതിരാതെ ഇരിക്കട്ടെ. 2, നമ്മുടെ കൺവെൻഷണൽ ആംസ് ഒരു പക്ഷേ നമ്മുടെ ആയുധങ്ങളുടെ പ്രഹരശേഷി മാറ്റുരച്ച് പരിശോധിക്കുന്ന, ഒന്ന് മല്ല് പിടിച്ച് നോക്കുന്ന ഒരു ആവശ്യം വന്നേക്കാം. കാർഗിലിൽ അത് നമ്മൾ കണ്ടു. അത് ഒരു പരിമിതമായ ലോക്കലൈസ്ഡ് വാറാണ്. കാർഗിൽ, ബറ്റാലിക്, ഡ്രാസ് സെക്ടറുകളിൽ പാകിസ്ഥാൻ നടത്തിയ നുഴഞ്ഞു കയറ്റത്തിന് നല്ല മറുപടി കൊടുക്കാനും ഇന്ത്യൻ ആയുധങ്ങളുടെ പ്രഹരശേഷി, ഇന്ത്യൻ സൈനികരുടെ മെന്യൂവറബിലിറ്റി, ഇന്ത്യയുടെ ഏറിയൽ മാപ്പിങ്ങിൻ്റെ, ഇന്ത്യയുടെ മറ്റ് സംവിധാനങ്ങളുടെ മേന്മയെല്ലാം നമ്മൾ കണ്ടു. അതുകൊണ്ട് കാർഗിൽ യുദ്ധത്തിന് ശേഷം ആ സ്കെയിലിലേക്കൊരു യുദ്ധം ഇതുവരെ പോയില്ല. ഇനി നമുക്ക് കൈവശം എന്തുണ്ടെന്ന് നോക്കാം. അതിനു മുമ്പ് തന്നെ നമ്മുടെ സൈനിക
ചിലവെന്താണ്? വമ്പൻ ബഡ്ജറ്ററി അലോട്ട്മെൻ്റാണ് ഇന്ത്യക്ക്. നമ്മുടെ ഡിഫൻസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് അമേരിക്കൻ ഡോളർ കണക്കിൽ പറഞ്ഞാൽ $79 ബില്യൺ, വൻ തുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വലിയ വിമാനവാഹിനി കപ്പലുകൾ, വിമാനങ്ങൾ, അന്തർവാഹിനികൾ, മറ്റ് സൈനിക സന്നാഹങ്ങളെല്ലാം വാങ്ങാനും സൈനികർക്ക് വലിയ തോതിൽ സൈനികരുടെ സന്ധാരണം ലക്ഷ്യമാണ്. കുറച്ചൊക്കെ ചിലവ് കുറയ്ക്കാനും അല്ലെങ്കിൽ ക്രമീകരിക്കാനും സാധിക്കുന്ന അഗ്നിവീർ പദ്ധതി ഉള്ളതുകൊണ്ടാണ് ഏതാനും വർഷത്തിന് ശേഷം, 4-5 വർഷത്തിന് ശേഷം അഗ്നിവീറുകൾക്ക് പിരിഞ്ഞു പോവുകയും മറ്റ് ജോലികളിൽ ഏർപ്പെടുകയും ചെയ്യാം എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് ആശയക്കുഴപ്പം ഉണ്ടാകുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം സൈന്യത്തിൽ ദീർഘകാലം സേവനമനുഷ്ഠിക്കുന്ന ആളുകളായിരുന്നു മുൻപുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ വന്നുപോയി ഒരുതരം കോൺട്രാക്ട് സ്റ്റാഫ് എന്ന നിലയിൽ അത് മാറുമ്പോൾ വലിയൊരു വാക്യൂം സൈനികരുണ്ട്. പക്ഷേ മോഡേൺ വാർഫെയർ വ്യത്യസ്തമാണ്. അതിൻ്റെ കാരണം ഇതാണ്: മോഡേൺ വാർഫെയറിൽ ഫിസിക്കൽ ഇൻവോൾവ്മെൻറ്റ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ സോൾജിയേഴ്സ് ഇൻ ദ ബാറ്റിൽ ഫീൽഡ് അത് വളരെ പരിമിതമായി മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. അത് യുദ്ധങ്ങൾ ആകാശത്തിരുന്നു കൊണ്ട്, ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്, AI ഉൾപ്പെടെയുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യേണ്ടതാണ്. യുദ്ധങ്ങൾ ആകാശത്ത് നിന്ന് ക്രമീകരിക്കപ്പെടുന്നു. ഭൂമിയിൽ മനുഷ്യൻ ഇറങ്ങി യുദ്ധം ചെയ്യുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയൊക്കെ ഇറാഖ് യുദ്ധം ജയിച്ചത് തറയിൽ ഇറങ്ങി വന്ന് യുദ്ധം ചെയ്തുകൊണ്ടല്ല, ആകാശത്ത് നിന്ന് വിജയിച്ചതിന് ശേഷമാണ് തറയിൽ ഇറങ്ങി കാര്യങ്ങൾ ക്രമീകരിക്കുന്നതും പിടിച്ചെടുക്കുന്നതും. പക്ഷേ അതുപോലുള്ളൊരു ടെറൈൻ അല്ല പാകിസ്ഥാൻ ഇന്ത്യ ബോർഡർ, അതുപോലുള്ള ടെറൈൻ അല്ല പാകിസ്ഥാൻ ഉൾപ്പെടുന്ന ആ പ്രദേശം. അതുകൊണ്ട് ഇവിടെ ഗ്രൗണ്ട് ഓപ്പറേഷൻസും പ്രധാനമാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ സൈനികരുടെ ആകെ എണ്ണം 14 ലക്ഷം സൈനികരാണ്. പിന്നെ റിസർവ് സൈനികരായി 11 ലക്ഷം പാരാമിലിറ്ററി ആൻഡ് റിസർവ് സൈനികരുടെ എണ്ണം അതിന് പുറമെയാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് തീർച്ചയായും വലിയ രീതിയിലുള്ള സൈനിക സാന്നിധ്യമുണ്ട് മാൻ പവറിൻ്റെ കാര്യത്തിൽ. പാകിസ്ഥാൻ അതിനേക്കാൾ വളരെ പുറകോട്ടാണ്. 6.5 ലക്ഷം പേര് മാത്രമേ ഉള്ളൂ. നമ്മുടെ സൈന്യത്തിൻ്റെ ഏതാണ്ട് 1/3 അല്ലെങ്കിൽ 2 ഭാഗം മാത്രമേ പാകിസ്ഥാനുള്ളൂ. റിസർവ് സൈനികരുണ്ട്. അവർ ട്രെയിൻഡാണോ, എത്രത്തോളം ഡിസിപ്ലിൻഡാണ്, പ്രൊഫഷണലാണോ, ഇതൊക്കെ തന്നെ വലിയൊരു ചോദ്യചിഹ്നമാണ്. അതുപോലെ മൊറാൽ ഒരു വലിയ വിഷയമാണ്. പഞ്ചാബ് മാത്രമാണ് പാകിസ്ഥാൻ്റെ ആർമി. കണ്ണായ സ്ഥലങ്ങളിലെല്ലാം പഞ്ചാബികളെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സിന്ധിൽ നിന്നും, ബലൂച്ച് മേഖലയിൽ നിന്നും, ഖൈബർ പഖ്തൂൺഖ മേഖലയിൽ നിന്നൊക്കെ വരുന്ന സൈനികർക്ക് ആത്മവീര്യം കുറവാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ സൈനിക ഘടനയിൽ പഞ്ചാബിൻ്റെ ഡോമിനേഷൻ മറ്റു വിഭാഗങ്ങൾ വല്ലാതെ റിസെൻറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ആഭ്യന്തര വൈരുദ്ധ്യത്താൽ ഉഴലുന്ന രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. ഖൈബർ പഖ്തൂൺഖയിലും ബലൂചിസ്ഥാൻ ഏതാണ്ട് പോയ മട്ടാണ്. അതുകൊണ്ട് അവിടെ ഒരു ഒറ്റക്കെട്ടല്ല രാജ്യം. അതുകൊണ്ട് തന്നെ സൈന്യത്തിൻ്റെ ആത്മവിശ്വാസം, ആത്മവീര്യം വളരെ കുറവാണ്. അതാണ് സൈനികമായ ഒരു കാലാൾപ്പടയുടെ ഒരു കണക്ക്. കാലാൾപ്പടയോടൊപ്പം തന്നെ മുന്നേറേണ്ടതാണ് ടാങ്കുകൾ. 4201 ടാങ്കുകളാണ് ഭാരതത്തിന്, T-90 ടാങ്കുകൾ. പിന്നെ ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഭീഷ്മ, അർജുൻ ലൈറ്റ് കോമ്പാറ്റ് വെഹിക്കിൾ, ഇതെല്ലാം തന്നെ ഭാരതത്തിനൊരു മുതൽക്കൂട്ടാണ്. പാകിസ്ഥാന് 2670 പരം ടാങ്കുകൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് ഭാരതത്തിൻ്റെ പകുതി എണ്ണം ടാങ്കുകൾ വെച്ച് മുന്നേറണം. മഴ കരയുദ്ധമാണ്. കാശ്മീരിൽ സംഭവിക്കണമെങ്കിൽ അതിർത്തിയിലൊക്കെ സംഭവിക്കേണ്ടത് കരയുദ്ധം മാത്രമാണ്. ഏറിയൽ ബോംബിങ്ങിലൂടെ ഒരു നിരപ്പാക്കിയതിന് ശേഷം പിന്നെ കരയിലേക്ക് കയറുക എന്നുള്ളതാണ്. അപ്പോൾ ടാങ്കുകൾ വളരെ പ്രധാനമാണ്. പ്രഹരശേഷിയിൽ ഇന്ത്യ 10 മടങ്ങ് മുന്നിൽ തന്നെയാണ്. അതുപോലെ തന്നെ കവചിത വാഹനങ്ങളുടെ എണ്ണത്തിൽ 1,48,000 കവചിത വാഹനങ്ങൾ ഭാരതത്തിനുണ്ട്. അതിൻ്റെ 1/3 പോലും പാകിസ്ഥാന് ഇല്ല എന്നോർക്കണം. ഫൈറ്റർ പ്ലെയിൻസിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്കുള്ള സാങ്കേതിക മികവ് പാകിസ്ഥാന് കണ്ടു നിൽക്കാനേ പറ്റൂ. ആകെ എണ്ണം പ്ലെയിനിൻ്റെ, അത് ചരക്ക് വിമാനങ്ങളുണ്ട്, ഈ മറ്റ് റീഫ്യൂവലിങ്ങിന് ഉപയോഗിക്കുന്ന വിമാനങ്ങളുണ്ട്, യുദ്ധവിമാനങ്ങളുണ്ട്. ആകെ വിമാനങ്ങളുടെ എണ്ണം 2229 എന്നാണ് ഔദ്യോഗിക കണക്ക്. അതിൽ തന്നെ 513 യുദ്ധവിമാനങ്ങളാണ്. അതിൽ റഫാൽ, ഏറ്റവും പുതിയതായി ഇന്ത്യൻ വ്യോമസേനയിൽ ചേർത്ത റഫാൽ വിമാനങ്ങളുടെ പ്രഹരശേഷിയും മെന്യൂവറബിലിറ്റി വളരെ വലുതാണ്. അതുപോലെ സുഖോയ് 30 MKI റഷ്യയുമായി ചേർന്ന് വികസിപ്പിച്ച റഷ്യൻ സഹായമുള്ള ആ സുഖോയ് വിമാനങ്ങളുണ്ട്. പരമ്പരാഗതമായ മിഗ് വിമാനങ്ങൾ, MiG-29 ഉൾപ്പെടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാൻ വരെ സോവിയറ്റ് യൂണിയൻ അന്ന് തന്നെ അനുമതി നൽകിയതാണ്. ഉൽപ്പാദിപ്പിക്കുന്നുമുണ്ട്. അത് കാലഹരണപ്പെട്ടു എന്ന് പറയാനാവില്ലെങ്കിലും അതുപോലും നമ്മുടെ സൈന്യത്തിൻ്റെ ഭാഗമാണ്. തേജസ് ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ്, തേജസ് എന്ന് പറയുന്നത് ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത എയർക്രാഫ്റ്റാണ്. ഇതെല്ലാം തന്നെ യുദ്ധമുന്നണിയിൽ ചീറിപ്പായുന്നു. അത് കപ്പലുകളിൽ നിന്നും, വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് കുതിച്ചു വരാവുന്നതും. പാകിസ്ഥാൻ ഒന്നുപോലെ ഇല്ലെന്ന് ഓർക്കണം, വിമാനവാഹിനിയൊന്നുമില്ല. അപ്പോൾ
ഭാരതത്തിന് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതിർത്തിയിൽ മാത്രമല്ല, പാകിസ്ഥാനെ മൊത്തത്തിൽ എടുക്കുമ്പോൾ യുദ്ധം അതിർത്തിയിൽ മാത്രമായിരിക്കില്ല. ഓൾ ഔട്ട് യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് തെക്ക് കറാച്ചി സെഗ്മെൻറ്റിൽ ഉൾപ്പെടെ ഉണ്ടാകും. അറബിക്കടലിൽ നിന്നായിരിക്കും യുദ്ധത്തിൻ്റെ പല കാര്യങ്ങളും മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് തീർച്ചയായും എയർ സുപ്പീരിയോറിറ്റി ഉണ്ട്. പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന JF-17, F-16 യുദ്ധവിമാനങ്ങൾ, അതിന് പ്രഹരശേഷി ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. അമേരിക്ക മുൻകാലങ്ങളിൽ നൽകിയ യുദ്ധവിമാനങ്ങളുണ്ട്. പക്ഷേ സ്പെയർ പാർട്ടുകൾ കിട്ടാനില്ലാതെ അവർ കഷ്ടപ്പെടുകയാണ്. സർവീസിങ് വലിയ ബുദ്ധിമുട്ടാണ്, എക്സ്പെൻസീവുമാണ്. അവരാകെ ബുദ്ധിമുട്ട് നിൽക്കുകയാണ് അവരുടെ വായുസേന എന്ന് ഓർക്കണം. കടലുകളിലേക്ക് ഇറങ്ങിയാൽ ഇന്ത്യക്ക് ഡിസ്ട്രോയേഴ്സ് ഉൾപ്പെടെ, നശീകരണ കപ്പലുകൾ ഉൾപ്പെടെ 293 കപ്പലുകളുടെ വൻ വ്യൂഹമാണുള്ളത്. അതിനേറ്റവും മകുടമായി നിൽക്കുന്നത് 2 പ്രധാന കപ്പലുകളാണ്. വിമാനവാഹിനി കപ്പലുകൾ INS വിക്രാന്ത് ആൻഡ് INS വിക്രമാദിത്യ. INS ഗ്രോഷ്കോവ് അഡ്മിറൽ ഗ്രോഷ്കോവ് എന്ന് പറയുന്ന റഷ്യയിൽ നിന്നും വാങ്ങിയ വിമാനവാഹിനി കപ്പൽ ഒന്ന് പൊടി തട്ടിയെടുത്ത്, ഒന്ന് റീവാമ്പ് ചെയ്ത്, ഓവർഹോൾ ചെയ്ത് നമ്മൾ വിക്രമാദിത്യ, പണ്ടത്തെ ചക്രവർത്തി വിക്രമാദിത്യൻ്റെ പേരിട്ട് നമ്മൾ ഇറക്കിയത് ഉണ്ട്. വലിയ കപ്പലാണ്, നൂറുകണക്കിന് വിമാനങ്ങൾ വഹിക്കാനുള്ള കപ്പാസിറ്റിയുള്ള കപ്പലാണ്. അതുപോലെ കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച നീറ്റിലിറക്കിയ അത്യന്തം ആധുനികമായ INS വിക്രാന്ത്. ഈ 2 കപ്പലുകളും ആക്റ്റീവ് സർവീസിൽ ഉള്ളതുകൊണ്ട് ഇന്ത്യക്ക് ഒരു നേവൽ സുപ്പീരിയോറിറ്റി ഉണ്ട് എന്ന് കൃത്യമായി പറയാം. അതോടൊപ്പം തന്നെ 18 അത്യന്താധുനിക ശേഷിയുള്ള അന്തർവാഹിനികൾ ഭാരതത്തിനുണ്ട്. അതിൽ തന്നെ ഏതാനും എണ്ണം ആണവ പോർമുനകൾ വഹിക്കാൻ കഴിയുന്നതും ആണവ ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നതുമായ അന്തർവാഹിനികളാണ്. പാകിസ്ഥാൻ അതേസമയത്ത് കേവലം 8 അന്തർവാഹിനികൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് നേവൽ സുപ്പീരിയോറിറ്റി എന്ന് പറയുന്നത് വളരെ വളരെ പ്രത്യേകതയുള്ളതാണ്. അതുപോലെ മിസൈൽ സിസ്റ്റത്തിൽ അഗ്നി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ, ഇന്ത്യയുടെ ബ്രഹ്മപുത്ര നദിയും റിവർ മോസ്ക്വ ഓഫ് റഷ്യ ജോയിൻറ്റ് വെഞ്ചറാണ്. അപ്പോൾ റഷ്യയുമായി ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഒരുപാട് മിസൈൽ സംവിധാനങ്ങളും ഏറിയൽ ഡിഫൻസ് സംവിധാനങ്ങളുമുണ്ട്. പാകിസ്ഥാൻ അതേസമയത്ത് ഷഹീൻ, 2750 കിലോമീറ്റർ മാത്രം റേഞ്ചുള്ള ഷഹീനാണ് പാകിസ്ഥാനുള്ള മിസൈൽ സംവിധാനം പ്രധാനമായി. പിന്നെ ഉണ്ട് ഗോറി മിസൈലുണ്ട്. ഗോറി എന്ന് പറയുന്നത് മുഹമ്മദ് ഗോറി പാകിസ്ഥാൻ മേഖലയിൽ നിന്നും കടന്നു കയറി ഇന്ത്യ ആക്രമിച്ച ഗോറിയുടെ പേരുള്ള മിസൈലൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ പ്രഹരശേഷി കണ്ടറിയേണ്ട ഒന്നാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ ആണവായുധങ്ങളൊക്കെ ഉപയോഗിച്ചു കളയും, 130-ൽ പരം ആണവായുധങ്ങളുണ്ട്, ഇന്ത്യക്ക് 180 ഉള്ള ഏതാണ്ട് ഒരു തുല്യതയുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇത് ഉപയോഗിക്കാനുള്ളതല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഈ സാങ്കേതികമായ കണക്ക് ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ യഥാർത്ഥ യുദ്ധഭൂമിയിലെ പ്രഹരശേഷി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു യുദ്ധവും, ഞാൻ എൻ്റെ പ്രേക്ഷകരോട് വളരെ ആത്മാർത്ഥമായി സ്നേഹപൂർവ്വം പറയട്ടെ, ആധുനിക ലോകത്ത് ഒരു യുദ്ധവും പൂർണ്ണമായി ജയിക്കാനോ പൂർണ്ണമായി പരാജയപ്പെടാനോ ആവില്ല. നമ്മൾ അതിശക്തവും വലിപ്പമുള്ളതുമായ രാജ്യമായ റഷ്യ ഉക്രൈന് നേരെ ആക്രമണം നടത്തി ഇപ്പോഴും തുടരുന്നതേ ഉള്ളൂ. ഉക്രൈനെ ബാക്ക് ചെയ്യാൻ ആളുണ്ട്. അപ്പോൾ ഒരു യുദ്ധമുണ്ടാകുമ്പോൾ പാകിസ്ഥാനും പിന്തുണ പലയിടത്തു നിന്നും വരും. അതങ്ങനെയാണ്, ലോക ചരിത്രം അങ്ങനെയാണ്. ചൈനയിൽ നിന്നും ഒരുപക്ഷെ ടർക്കിയിൽ നിന്നൊക്കെ പിന്തുണ വരും. അവസാനം അപ്രതീക്ഷിതമായ കേന്ദ്രങ്ങളിൽ നിന്നും പാകിസ്ഥാനും ഇന്ത്യക്കുമൊക്കെ പിന്തുണ വന്നിരിക്കും. അതുകൊണ്ട് യുദ്ധമൊക്കെ അങ്ങനെ പെട്ടെന്ന് തുടങ്ങി വെക്കാനേ പറ്റൂ. പണ്ട് അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞൊരു കാര്യമാണ്, യുദ്ധം തുടങ്ങി വെക്കാം. പാകിസ്ഥാൻ്റെ നേതൃത്വത്തോടായി പറഞ്ഞതാണ്, യുദ്ധം തുടങ്ങി വെക്കാം, അത് നമ്മുടെ കയ്യിലാണ്. തുടങ്ങണോ വേണ്ട എന്ന തീരുമാനം നമ്മുടെ കയ്യിലാണ്. പക്ഷേ അവസാനിപ്പിക്കാൻ ഒരുപക്ഷെ നമുക്കാവില്ല. അതുകൊണ്ട് ഓർത്തിരുന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് യുദ്ധം. ആത്യന്തികമായൊരു വിജയം ഉണ്ടാവില്ല. ഇസ്രയേൽ ഗസയെ കുരുതിക്കളമാക്കി മാറ്റിയിരിക്കുന്നു. ഗസ ഏതാണ്ട് തകർന്ന് തരിപ്പണമായി. ഇപ്പോഴും ഹമാസ് മുട്ടി നിൽക്കുന്നു, വളരെ ബലഹീനമായി, പക്ഷേ ഇപ്പോഴും മുട്ടി നിൽക്കുന്നു. അതുകൊണ്ട് ഹമാസിനെ പോലെ, അതായത് കേവലം 375 സ്ക്വയർ കിലോമീറ്റേഴ്സ് മാത്രമുള്ള ഗസയിൽ പോലും പൂർണ്ണമായി യുദ്ധവിജയം നേടാൻ ഇസ്രയേൽ എന്ന ശക്തമായ രാജ്യത്തിന് കഴിഞ്ഞില്ല എന്നോർക്കുമ്പോൾ വലിയ 2 രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. പാകിസ്ഥാൻ താരതമ്യേന, ഞാൻ സൈനിക കണക്കുകൾ പറഞ്ഞല്ലോ, താരതമ്യേന ഇന്ത്യയേക്കാൾ ബലഹീനമാണ്. എങ്കിലും യുദ്ധ സാഹചര്യങ്ങൾ, ആണവയുദ്ധം ഉപയോഗിക്കാതെയുള്ള കൺവെൻഷണൽ യുദ്ധമുറകളിൽ പൂർണ്ണമായ വിജയമോ പരാജയമോ ഉണ്ടാവില്ല. അതുകൊണ്ട് യുദ്ധത്തേക്കാൾ നല്ല മാർഗമാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. യുദ്ധസന്നാഹമൊരുക്കുകയും ഇങ്ങോട്ട് കയറി അടിച്ചാൽ തീർത്തുകളയും എന്ന വാർണിംഗ് കൊടുക്കുകയും അതേസമയം ജലം ഉൾപ്പെടെയുള്ള നയതന്ത്ര കുരുക്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പാകിസ്ഥാനെ തളച്ചിടുകയും പാകിസ്ഥാൻ്റെ ആഭ്യന്തര സംവിധാനം
പൂർണ്ണമായി തകരുന്നതിലേക്ക് എത്തി നിൽക്കുകയും അതെന്തുകൊണ്ടാണ്? ബലൂചിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം ക്വറ്റായിൽ സ്ഫോടനം നടന്നു. ട്രക്ക് പൊട്ടിത്തെറിച്ച് 10 പാകിസ്ഥാൻ സൈനികരാണ് മരിച്ചത്. ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ നിരന്തരം പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ അവിടുത്തെ പാക് താലിബാൻ അറ്റാക്കിലാണ്. കഴിഞ്ഞ വർഷം ഒരു കലണ്ടർ വർഷം 1800-ൽ പരം മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. അതിൽ പകുതിയും സൈനികരുടെയാണ്. അതെല്ലാം തന്നെ പാകിസ്ഥാനിൽ മുൻപ് ഉണ്ടായിരുന്ന തീവ്രവാദികൾ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ തിരികുകയാണ്. സൈന്യത്തിനെതിരെ അവിടെ ജനകീയ പ്രക്ഷോഭം ഉയരുന്നു. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ യുദ്ധം, യഥാർത്ഥ യുദ്ധം എന്നതിനേക്കാൾ കാര്യമായ ദോഷം പാകിസ്ഥാൻ ഉണ്ടാകുന്നത് നയതന്ത്രപരമായ യുദ്ധത്തിനാണ്. ജലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആയുധമായി വരുമ്പോഴാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് വളരെ ഇൻ്റലിജൻറ്റ് ഒരു നീക്കത്തിലേക്കാണ് ഭാരതം നീങ്ങുന്നത്. യഥാർത്ഥ യുദ്ധം ഉണ്ടാകാതെ ഇരിക്കട്ടെ.